ദിവസത്തിന്റെ പകുതിയിൽ അന്ധകാരം ആകാശത്തെ മൂടും. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും പകൽ സമയത്ത് ആകാശത്ത് ദൃശ്യമാകും. അന്തരീക്ഷ താപനില 10 ഡിഗ്രി കുറയും. നിശായാത്രികരായ മൃഗങ്ങൾ സജീവമാകും. ഏപ്രിൽ 8 ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ള ദി ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ എക്ലിപ്സ് 2024 എന്ന സംഭവബഹുലമായ അസാധാരണ ഗ്രഹണത്തെപ്പറ്റിയുള്ള വാർത്തകളും വിശേഷങ്ങളും ശാസ്ത്രലോകത്തും ബൈബിൾ ഗവേഷകരുടെ ഇടയിലും ഒന്നുപോലെ പഠനവിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കുമിടയിൽ നേർരേഖയിൽ വന്ന് സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുകയും പകൽ സമയത്ത് ഭൂഖണ്ഡത്തെ മുഴുവൻ കൂരിരുട്ടിന്റെ നിഴലിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന അത്യപൂർവ പ്രതിഭാസത്തെപ്പറ്റി വാർത്തകളിലും സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. രാവിലെ 11:07 മെക്സിക്കോയിൽ നിന്നും ആരംഭിക്കുന്ന ഗ്രഹണപാത പസഫിക് തീരത്തുകൂടി കടന്ന് ഉച്ചകഴിഞ്ഞ് 1:27 ടെക്സാസിൽ എത്തിച്ചേരും. ഒക്ലഹോമ, അർക്കൻസാസ്, മിസോറി, കെൻഡക്കി, ഇൻഡിയാന, ഒഹായോ, പെൻസിൽവാനിയ, ന്യൂയോർക്ക്, വെർമോണ്ട്, ന്യൂഹാംഷെയർ, മെയിൻ തുടങ്ങി ഭൂഖണ്ഡത്തിന്റെ വിവിധ ഇടങ്ങളെ ഇരുട്ടിന്റെ നിഴലിൽ താഴ്ത്തും. 4 മിനിറ്റോളം ദൈർഘ്യമുള്ളത് എന്ന അസാധാരണതും കൂടിയുണ്ട് ദി ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ എക്ലിപ്സ് 2024-ന്. കഴിഞ്ഞ 50 വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ ഇരുട്ടിലേക്ക് മറയുമ്പോൾ ആകാശത്ത് 4 ഗ്രഹങ്ങൾ തിളങ്ങും. കൂടെ പച്ച നിറത്തിലുള്ള ഡെവിൾസ് കോമറ്റ് എന്നറിയപ്പെടുന്ന കൊമ്പുകളോട് കൂടിയ വാൽനക്ഷത്രവും ആകാശത്ത് പ്രത്യക്ഷമാകും. സൂര്യഗ്രഹണം എന്നത് സൂര്യചന്ദ്ര ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളെ ആശ്രയിച്ച് വിവിധ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആകാശ പ്രതിഭാസം ആണെങ്കിലും ആകാശത്ത് ഏപ്രിൽ 8 പ്രത്യക്ഷപ്പെടാനിരിക്കുന്ന അപൂർവ കാഴ്ചകൾ കാലാന്ത്യത്തിന്റെ അടയാളങ്ങളായി കരുതുന്നവരുണ്ട്. അതിന് കാരണങ്ങളുമുണ്ട്. ലൂക്ക 21:25 പറയുന്നു, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമമുളവാക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:19-20 വീണ്ടും പറയുന്നു, ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. കർത്താവിന്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിനു മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. സൂര്യനിലും ആകാശത്തും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ കാണപ്പെടും എന്ന് പരിശുദ്ധ ബൈബിൾ അന്ത്യകാല സംഭവങ്ങളുടെ സൂചനയായി ചൂണ്ടിക്കാണിക്കുന്നു. ഏപ്രിൽ 8 സംഭവിക്കുമെന്ന് പറയപ്പെട്ടിട്ടുള്ള ഗ്രഹണത്തിന് ഏറെക്കുറെ സമാനമായ സംഭവങ്ങൾ കാലവും ചരിത്രവും ഇതിനു മുൻപും സാക്ഷ്യം വഹിച്ചിട്ടുള്ളവ ആണെങ്കിലും മറ്റ് അന്ത്യകാല ലക്ഷണങ്ങളായ യുദ്ധങ്ങൾ, ക്രൈസ്തവ പീഡനങ്ങൾ, ഭൂകമ്പം, ക്ഷാമം, പകർച്ചവ്യാധികൾ, വിശ്വാസത്യാഗം തുടങ്ങിയവ അന്നൊന്നുമില്ലാത്ത വിധം ഇന്ന് പകൽ പോലെ സുവ്യക്തമാണ് എന്നതാണ് ഇക്കുറി വരാനിരിക്കുന്ന ഗ്രഹണത്തെ കാലാന്ത്യ സംഭവങ്ങളുമായി ബന്ധിപ്പിച്ച് പ്രചരണങ്ങൾ വ്യാപിക്കുന്നതിന്റെ പ്രധാന കാരണം. അമ്മ മാതാവിലൂടെയും പല മിസ്റ്റിക്കുകളിലൂടെയും നൽകപ്പെട്ടിട്ടുള്ള 3 ദിന അന്ധകാരത്തിന്റെ മുന്നാസ്വാദനം ഇന്നും ഏപ്രിൽ 8 മഹാഗ്രഹണം പലയിടങ്ങളിലും വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. വിശുദ്ധ പാദ്രപ്പിയയിലൂടെ നൽകപ്പെട്ടിട്ടുള്ള പ്രവചനത്തിൽ ഇപ്രകാരം കാണുന്നു, പരിപൂർണ അന്ധകാരത്തിൽ 3 ദിവസം വസിക്കുവാൻ തയ്യാറായിരിക്കുക. ആ 3 ദിവസങ്ങൾ സമീപസ്ഥമാണ്. ഭക്ഷിക്കുവാനോ പാനം ചെയ്യുവാനോ സാധ്യമാകാതെ മരിച്ചതിന് തുല്യമായിരിക്കും ആ ദിവസങ്ങൾ. അതിന്റെ അന്ത്യത്തിൽ പ്രകാശം കടന്നുവരും. പക്ഷേ വളരെ പേരും ആ പ്രകാശം ദർശിക്കുവാൻ ശേഷിക്കുകയില്ല. മരിച്ച് വർഷങ്ങൾക്കു ശേഷവും ശരീരം അഴുകാതെയിരിക്കുന്ന ഇറ്റാലിയൻ മിസ്റ്റിക്കായ വാഴ്ത്തപ്പെട്ട അന്ന മരിയ തൈഗിയിലൂടെ നൽകപ്പെട്ട സന്ദേശം ഇപ്രകാരമായിരുന്നു, 3 പകലും 3 രാത്രിയും നീണ്ടുനിൽക്കുന്ന ഒരു ഘോരമായ അന്ധകാരം ഭൂമിയിലാകെ വരും. ഒന്നും കാണാൻ കഴിയില്ല. വായുവിൽ പകർച്ചവ്യാധികൾ നിറഞ്ഞിരിക്കും. മാത്രമല്ല, ഈ ഇരുട്ടിൽ വെഞ്ചരിച്ച മെഴുകുതിരികളല്ലാതെ ഒന്നും പ്രകാശം തരുകയില്ല. പഞ്ചക്ഷതധാരിയായിരുന്ന മാരി ജൂലി ജാഹ്നയും തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ലോകത്തിൽ അന്ധകാരം വ്യാപിക്കുന്ന 3 ദിനങ്ങളെപ്പറ്റി പ്രവചിച്ചിട്ടുണ്ട്. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ എതിർ ക്രിസ്തുവിനെ പൊരുതി തോൽപ്പിക്കുന്ന അന്ധകാരത്തിന്റെ 3 ദിവസങ്ങളെപ്പറ്റി ലാസലേറ്റിൽ പരിശുദ്ധ അമ്മ മാതാവ് സന്ദേശം നൽകിയിട്ടുണ്ട്. 3 ദിന അന്ധകാരത്തെപ്പറ്റിയുള്ള ഈ പ്രവചനങ്ങളാണ് ഇപ്പോൾ മഹാഗ്രഹണത്തിന്റെ വാർത്തകളുമായി ബന്ധിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. 4 മിനിറ്റ് ദൈർഘ്യമുള്ള വരാനിരിക്കുന്ന ഗ്രഹണം
പരിശുദ്ധ ബൈബിൾ പ്രവചിച്ചിട്ടുള്ള അന്ത്യകാല ആകാശ ലക്ഷണങ്ങളുടെ സൂചനയോ അല്ലെങ്കിൽ സ്വർഗീയ മുന്നറിയിപ്പുകളിലൂടെ ലഭിച്ചിട്ടുള്ള 3 ദിന അന്ധകാരത്തിന്റെ മുന്നാസ്വാദനമോ ആണെങ്കിലും അല്ലെങ്കിലും 100% ഉറപ്പോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവിന്റെ ദ്വിതീയ ആഗമനത്തിന് ഒരുങ്ങേണ്ട സമയം അത്യാസന്നമായി എന്നതാണ്. മഹാഗ്രഹണ സമയത്തെ ഈ വാർത്തകളും സന്ദേശങ്ങളുമെല്ലാം കർത്താവിന്റെ 2ാം വരവിന് കൂടുതൽ ഒരുക്കമുള്ളവരാകാൻ നമ്മെ സഹായിക്കട്ടെ.